ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അതായത് മോഹൻലാൽ ഉപേക്ഷിച്ച സിനിമകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചില വമ്പൻ സിനിമകളെല്ലാം ഈ ലിസ്റ്റിലുണ്ട്. ആദ്യമായി ദ കില്ലർ എന്ന മൂവിയാണ്. ഹിറ്റ് മേക്കറായിട്ടുള്ള ഫാസിൽ മോഹൻലാലിനെ നായകനാക്കി പ്ലാൻ ചെയ്ത ഒരു മൂവിയാണ് ദ കില്ലർ എന്ന് പറയുന്നത്. ഇതിൽ ഒരു സീരിയൽ കില്ലറിൻ്റെ വേഷമാണ് മോഹൻലാലിനുണ്ടായിരുന്നത്. 1990കളിൽ കോമഡി ഫാമിലി ചിത്രമായിരുന്നു ലാലേട്ടൻ കൂടുതലായി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഡാർക്ക് സബ്ജക്റ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ മോഹൻലാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഫാസിൽ ആ പ്ലാൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഥയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തെലുങ്കിൽ നാഗാർജുനെ കൊണ്ട് ഈ സിനിമ ചെയ്യിപ്പിച്ചു. ഇത് തെലുങ്കിൽ വമ്പൻ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ പല ഭാഷകളിലേക്കും ഇതിൻ്റെ ഡബ്ഡ് വേർഷനൊക്കെ പോയിരുന്നു. തമിഴിൽ ഈശ്വർ എന്ന പേരിലായിരുന്നു ഇത് ഡബ്ബ് ചെയ്തിറങ്ങിയിരുന്നത്. നഗ്മയുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു കില്ലർ എന്ന് പറയുന്നത്. അങ്ങനെ തെലുങ്കിൽ വലിയൊരു വിജയം നേടി. അങ്ങനെ നാഗാർജുനയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി കിട്ടി എന്നും പറയാം. ഒരുപക്ഷെ ലാലേട്ടൻ അന്നെടുത്ത തീരുമാനം ശരിയായിരിക്കാം. അന്നത്തെ കാലത്ത് കൂടുതലായി ഫാമിലി ഡ്രാമ കോമഡി മൂവികൾക്കാണ് കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ എല്ലാ തരത്തിലുള്ള സിനിമകളും ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അന്നത്തെ ജനതയ്ക്ക് ഒരു പക്ഷെ ഇല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോഹൻലാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്നാൽ തെലുങ്കിൽ ഇത് പരീക്ഷിച്ചപ്പോൾ വിജയിക്കുകയും ചെയ്തു. ഒരുപക്ഷെ മലയാളത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അന്ന് വിജയിക്കാതെ പോവുകയും ഇന്ന് നമ്മൾ എടുത്തു പറയുന്ന പല സിനിമകളുണ്ടല്ലോ, ആ കൂട്ടത്തിലേക്ക് ചിലപ്പോൾ ദ കില്ലർ എന്ന മൂവി ചിലപ്പോൾ മാറിയേനെ എന്ന് ഞാൻ കരുതുന്നു. അടുത്തതായി ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ വരുന്ന മോഹൻലാൽ മമ്മൂട്ടി ചിത്രമായിരുന്നു. മോഹൻലാൽ മമ്മൂട്ടി എന്നീ രണ്ടു ബിഗ് എമ്മുകളെ സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടി ഷാജി കൈലാസ് പ്ലാൻ ചെയ്തതാണ് ഈ സിനിമ. ഇത് 2014 അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത്. ഇതിന്റെ റൈറ്റേഴ്സായി വന്നിരുന്നത് രഞ്ജി പണിക്കറും അതുപോലെ രഞ്ജിത്തുമായിരുന്നു. അറിയാലോ, അന്നത്തെ കാലത്ത് രഞ്ജി പണിക്കറായാലും രഞ്ജിത്തായാലും ചെയ്തു വെച്ചിട്ടുള്ള ഓരോ തിരക്കഥകളും ഡയലോഗ്സ് ഒക്കെ നമുക്ക് അത്രയധികം പുളകം കൊള്ളിച്ച ഡയലോഗുകളാണ്. വെള്ളിയേട്ടനായിക്കോട്ടെ, ആറാം തമ്പുരാനായിക്കോട്ടെ, ഏകലവ്യനായിക്കോട്ടെ, ദ കിങ് ആയിക്കോട്ടെ, അത്തരം ധാരാളം സിനിമകൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടി ഇവർ രണ്ടുപേരും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുമ്പോൾ സിനിമയ്ക്ക് ഉണ്ടാവാൻ പോകുന്ന മൈലേജ് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് വലിയൊരു അനൗൺസ്മെന്റ് തന്നെയായിരുന്നു അത്. എന്നാൽ എന്തൊക്കെയോ ഡേറ്റ് ക്ലാഷിന്റെ പേരിൽ ഈ സിനിമ ഒഴിവാക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്കറിയാം, പാട്രിയറ്റ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാലേട്ടനും മമ്മൂട്ടിയും കൂടി ഒന്നിച്ച് അഭിനയിച്ച മൂവി എന്ന് പറയുന്നത്. അതിന് ധാരാളം നെഗറ്റീവുകൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ എനിക്ക് പേഴ്സണലി അത്രയും നെഗറ്റീവ് തോന്നിയ ഒരു പടമൊന്നും അല്ല പാട്രിയറ്റ് എന്ന് പറയുന്നത്. പ്രതീക്ഷ വെക്കാതെ കണ്ടാൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും മോഹൻലാൽ മമ്മൂട്ടി എന്നീ രണ്ട് ബിഗ് എമ്മുകളെ കൊണ്ടുവരുമ്പോൾ അതിൽ വേണ്ട കുറച്ച് എലമെന്റ്സ് സ്വാഭാവികമായും പ്രേക്ഷകർ പ്രതീക്ഷിക്കും. അതൊന്നും ഇല്ലാതെ വന്നതായിരിക്കാം അതിന് കുറേ നെഗറ്റീവ് വരാൻ കാരണം. എന്നാലും എനിക്ക് പേഴ്സണലി അത്രത്തോളം നെഗറ്റീവ് തോന്നിയില്ല. സാധാരണ ഒരു മൂവി എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡീസന്റ് വാച്ചായിട്ട് പോകുന്ന ഒരു മൂവി തന്നെയാണ് പാട്രിയറ്റ്. ഒരുപക്ഷെ 2014 ഷാജി കൈലാസിന്റെ ഈ സിനിമ നടന്നിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇടുന്ന മൂവി കൂടി ആവാൻ ഈ സിനിമയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു. അടുത്തതായി രാജമൗലി മോഹൻലാൽ മൂവിയാണ്. കേട്ടത് മാറിയിട്ടൊന്നുമില്ല, രാജമൗലി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ, അതായത് ബാഹുബലിയൊക്കെ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ എത്രയോ കാലങ്ങൾക്ക് മുൻപ്, ഏകദേശം ഒരു 8-9 വർഷങ്ങൾക്ക് മുൻപ് 2002 രാജമൗലി മോഹൻലാലുമായിട്ട് ഒന്നിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഗരുഡ എന്നായിരുന്നു സിനിമയുടെ പേര്. 2001 ജൂനിയർ NTRന്റെ ആദ്യ ചിത്രമായിട്ടുള്ള സ്റ്റുഡന്റ് നമ്പർ 1 എന്ന സൂപ്പർ ഹിറ്റ് മൂവി ഡയറക്റ്റ് ചെയ്തതിലൂടെയാണ് രാജമൗലി സിനിമയിലേക്ക് കടന്നു വരുന്നത്. രാജമൗലി പലപ്പോഴായി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാൾ മോഹൻലാലാണെന്ന്. അത് സ്വാഭാവികമാണ്, ആർക്കങ്ങനെ തോന്നാത്തില്ലേ. എന്തായാലും ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു അതെന്നാണ് അന്നത്തെ റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നത്. ഈ ബാഹുബലിയുടെയും RRRന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിരുന്ന ഒരു മലയാളിയാണ് ബാബു എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോട് ലാലേട്ടനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി രാജമൗലി പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഈ പ്രൊഡക്ഷൻ ഡിസൈനർ അന്നത്തെ ആർട്ട് അസിസ്റ്റന്റ് ആയിരുന്ന മനു ജഗത്തിനെ കൊണ്ട് ലാലേട്ടന് വേണ്ടിയിട്ടുള്ള ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്കെച്ചൊക്കെ വരപ്പിക്കുകയുണ്ടായി. ആ സ്കെച്ചാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പല വീഡിയോസൊന്നും എടുത്തിട്ടുള്ള ഒരു സ്കെച്ചും കൂടിയാണ് കേട്ടോ. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ സിനിമ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും അന്ന് ഈ സിനിമ വന്നിരുന്നെങ്കിൽ രാജമൗലിക്കായാലും മോഹൻലാലിനായാലും വലിയൊരു നേട്ടം തന്നെ ഉണ്ടാവുമായിരുന്നു. ഭാവിയിൽ രാജമൗലിയും മോഹൻലാലും ഒന്നിക്കണമെന്നൊരു ആഗ്രഹം കൂടി എല്ലാവരെ പോലെ എനിക്കുണ്ട്. അതെന്തായാലും ഒരു അടിപൊളി സംഭവം തന്നെയായിരിക്കും. അടുത്ത മൂവി നായർ സാൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇത് 2009-2010 കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ഇത് ഇന്തോ ജപ്പാൻ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അയ്യപ്പൻ നായർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതകഥ പറയുന്ന ഒരു മൂവിയാണ് ഇതെന്ന് അന്ന് റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു. ജപ്പാൻ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ സംഘടനയും അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരെ ശക്തമായി പ്രതിരോധം ഏർപ്പെടുത്തുകയും ചെയ്ത ആളാണ് അയ്യപ്പൻ നായർ എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ശരിയാണെന്ന് കരുതുന്നു. ഇതിന്റെ സംവിധാനം വന്നത് ആൽബർട്ട് ആയിരുന്നു. ഇതിൽ മോഹൻലാലിനൊപ്പം ജാക്കി ചാൻ കൂടി ഒന്നിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ അന്ന് വന്നിരുന്നു.
ധാരാളം സെക്കൻഡ് വേൾഡ് വാർ പോലുള്ള ധാരാളം യുദ്ധരംഗങ്ങളൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ചെലവ് ഈ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ ഉപേക്ഷിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഇതൊരു ജീവിതകഥ ആയതുകൊണ്ട് ഇനിയും അത് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇന്നത്തെ കാലത്ത് മലയാള സിനിമയ്ക്ക് ഇങ്ങനെയുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഉള്ള പൈസയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയൊക്കെ ഇനിയും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ജാക്കി ചാനൊക്കെ വന്നിരുന്നെങ്കിൽ പൊളിച്ചേനെ അല്ലേ. അടുത്തതായി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ മൂവിയാണ്. 1993 രാജീവ് രഞ്ജൻ സംവിധാനം ചെയ്ത മൂവിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇതിൽ ലാലേട്ടൻ ഒരു ഫോർമുല 1 റേസറായിട്ട് വന്നിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു, ഒരു റേസറായിരുന്നു പുള്ളി. അതും നമ്പർ 1 റേസറൊക്കെ ആയിരുന്നു ഇതിൽ. ഇതൊരു സ്പോർട്സ് ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന ടൈപ്പിലായിരുന്നു അത് പോയിരുന്നത്. ഇതിൽ ധാരാളം ലക്ഷങ്ങൾ മുടക്കിയിട്ട് ലാലേട്ടന്റെ കാർ റേസിംഗ് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുകയുണ്ടായി. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് നിർത്തിവെച്ചൊരു മൂവികളിൽ ഒന്നുകൂടിയാണിത്. എന്നാൽ പിന്നീട് അവർ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ മൂവിയിൽ രാജീവ് രഞ്ജനും മോഹൻലാലും വീണ്ടും ഒന്നിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അന്ന് എടുത്തു വെച്ച ഈ കാർ റേസിംഗ് രംഗങ്ങൾ ബട്ടർഫ്ലൈസ് എന്ന മൂവിയിൽ ഒരു ടൈറ്റിൽ സോങ്ങിന്റെ ഇടയിൽ കൂടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴും ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ ലാലേട്ടൻ ഒരു കാർ റേസറായിട്ടാണ് ടൈറ്റിൽ സോങ്ങിൽ വരുന്നത്. എന്തായാലും അന്നത്തെ കാലത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു വെറൈറ്റി മൂവി തന്നെ ആവുമായിരുന്നു ഓസ്ട്രേലിയ എന്ന മൂവി. അടുത്ത സിനിമ ധനുഷ്കോടി എന്ന മൂവിയാണ്. ശ്രീനിവാസൻ, രഘുവരൻ, മോഹൻലാൽ എന്നിവരെ അണിനിരത്തി പ്രിയദർശൻ സംവിധാനം ചെയ്യാനിരുന്ന ഒരു പടമായിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇതും ഷൂട്ട് തുടങ്ങി കുറച്ചു കാലങ്ങൾക്ക് ശേഷം മുടങ്ങിപ്പോയൊരു സിനിമയാണ്. ഇതും ഒരു ഡ്രഗ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു മൂവിയാണ്. അന്നത്തെ കാലത്ത്, അതായത് ഇന്ന് നമുക്കറിയാം ധാരാളം സിനിമകൾ ഡ്രഗ്സ് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇറക്കേണ്ട ഒരു പടം കൂടിയായിരുന്നു. ഒരു ഡ്രഗ് മാഫിയ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മൂവിയാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇത് അന്നത്തെ കാലത്ത് ഇറങ്ങിയാലും ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആവേണ്ട ഒരു സാധനം തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മോഹൻലാലിന്റെ ഉപേക്ഷിക്കപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത്. ഇതെനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ ശേഖരിച്ച കുറച്ച് മൂവീസാണ്. നിങ്ങൾക്ക് മറ്റു മൂവികൾ മോഹൻലാലിന്റെ ഉപേക്ഷിച്ചതായിട്ട് അറിയുമെങ്കിൽ കമന്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് ജയറാമേട്ടൻ ഉപേക്ഷിച്ച സിനിമകൾ ഏതെല്ലാമാണെന്നും ദിലീപേട്ടൻ ഉപേക്ഷിച്ച സിനിമകൾ ഏതെല്ലാമാണെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.